അവൻ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസ് പറഞ്ഞു തരട്ടെ. ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കൂടെ ഇല്ലാത്ത ഒരാളാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെ ഡീപ്പായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തേത്, നിങ്ങൾക്ക് എന്തെങ്കിലും പാഷനോ ഡ്രീമോ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ എല്ലാവിധ സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി. അവർക്ക് ഏത് രീതിയിലാണോ നിങ്ങളെ സഹായിക്കാൻ പറ്റുക ആ രീതിയിൽ അവർ നിങ്ങളെ സഹായിച്ചിരിക്കും. പിന്നെ അവർ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് അവർക്ക് അറിയുമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് എഫേർട്ട് ഇടും എന്നുള്ളതാണ്. ഓരോ ആളുകൾക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ചില ആളുകൾക്ക് പുറത്തു പോയി നല്ല ഫുഡൊക്കെ കഴിക്കുന്നതിലായിരിക്കും ഒരു ക്രൈസ് ഉണ്ടാവുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്ര പോകുന്നതിലായിരിക്കും. ചില ആളുകൾക്ക് ഒത്തിരി നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ചില ആളുകൾക്ക് സിനിമക്ക് പോകുന്നതിനോടായിരിക്കും താല്പര്യം. അപ്പോൾ നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കി നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെ ഡീപ്പായിട്ട് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ധാരാളം സയൻസ് ഉണ്ട്. അത് പറയുന്നതിന് തൊട്ട് മുമ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നൽകുന്നതായിരിക്കും. നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സേഫ്റ്റി അവരെപ്പോഴും നോക്കുന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിച്ചിട്ട് എവിടെ എത്തി, അല്ലെങ്കിൽ അവിടെ എത്തിയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ ആ രീതിയിലുള്ള കെയറൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിക്കാൻ പോവുക, മെഡിസിൻ തരിക, കെയർ ചെയ്യുക, നിങ്ങളുടെ കൂടെ ഇരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഡീപ്പായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത സൈൻ എന്ന് പറയുന്നത് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലും നിങ്ങളുടെ കൂടെ അവരുണ്ടായിരിക്കും, പ്രസൻ്റ് ആയിരിക്കും അവർ. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിലും, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ദിവസമാണെങ്കിലും, അങ്ങനെ ഓരോരോ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ആവാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ഒന്നിച്ചു പോവുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മൊമെൻറ്റിലും അവർ പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാണ്. നെക്സ്റ്റ് സൈൻ, ആ വ്യക്തി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളോട് എത്ര സംസാരിച്ചാലും ടോപ്പിക്കുകൾ തീരില്ല, വീണ്ടും നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ ഇങ്ങനെ നിൽക്കും. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. പെട്ടെന്ന് ധൃതി പിടിച്ച് പോവാൻ ആ ഒരു വ്യക്തി താല്പര്യം കാണിക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ലിസൺ ചെയ്യും. ലിസൺ ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത്. നല്ലൊരു ലിസണർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത സൈൻ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് വളരെയധികം ഓപ്പൺ ആയിരിക്കും. ആ വ്യക്തിയുടെ ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് യാതൊരു മടിയും കൂടാതെ ആ വ്യക്തി ഷെയർ ചെയ്യും എന്നുള്ളതാണ്. ഒരു ഓപ്പൺ ബുക്കായിരിക്കും, ഒന്നും മറച്ചു വെക്കാതെ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങളോടായിരിക്കും ഫസ്റ്റ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അവരെയും ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കും. അത് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. പൂർണ്ണമായിട്ടും നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക്